ഹലോ ഗൈസ്, അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ പുറത്തു പോകാൻ വിളിച്ചു. വേറെ ആരുമല്ല, അത് അച്ചുവാണ്. ഞാനാണെങ്കിൽ വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി. കാരണം ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഈ വിളി പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടെ ഹൈലൈറ്റ് മാളിലേക്ക് ഇങ്ങോട്ട് വിട്ടു. അവിടെ പോയി 2 കാർക്കൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി എന്ത് ഓർഡർ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ചിക്കൻ നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. പിന്നെ നിങ്ങളിങ്ങനെയാണെന്ന് അറിയില്ല, കാരണം മയോണൈസ് കിട്ടിക്കഴിഞ്ഞാൽ സോസും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് മിക്സാക്കി കഴിക്കാനാണ് ഞാൻ. പക്ഷേ സ്പൂണൊന്നും തന്നില്ല ഗൈസ് അവർ മിക്സാക്കാൻ. അതുകൊണ്ട് എൻ്റെ ബുദ്ധിമാനായ ചേട്ടൻ ഇവിടെ എല്ല് വെച്ചിട്ടാണ് മിക്സാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള മുമ്പ് നമ്മുടെ ചേട്ടന്മാർക്ക് കുറേ പിക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സ്പോട്ട് തപ്പി. ഞാനാണെങ്കിൽ പാവം അവരുടെ പിന്നാലെ കിടന്ന് നടക്കുക. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ഞാനും നടക്കുക. അങ്ങനെ ഞങ്ങൾ ഒരു 10 വട്ടെങ്കിലും മാള് ചുറ്റിട്ടുണ്ടാവും. കാരണം അവർക്ക് സ്പോട്ട് കിട്ടണ്ടേ. അവർ ഒരു സ്പോട്ടിൽ പോകും, പിന്നെ അത് ഇഷ്ടപ്പെടില്ല ഇനി അടുത്ത സ്പോട്ടിൽ പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞ് കറങ്ങി വീണ്ടും ആ സ്പോട്ടിൽ തന്നെ വന്ന് നിൽക്കും. അങ്ങനെ പിന്നെ 1-2 ഫോട്ടോയൊക്കെ കിട്ടി തൃപ്തിയായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം വന്നിരുന്നു, നല്ല കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. പക്ഷെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ആ ഉണ്ണികൾ ആ ചാടിക്കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിലെ കൊച്ചുകുട്ടി ഉണർന്നു ഗൈസ് ആ സമയത്ത്. പക്ഷേ നമ്മളതിൽ കയറ്റില്ലല്ലോ, നമ്മൾ വലുതായി എന്നല്ലേ പറയാം. അവിടെ ഇരുന്ന് നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. പിന്നെ നിങ്ങളുടെ ചേട്ടന്മാരുടെ അടുത്തും ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറയാം. അനിയത്തിമാരൊക്കെ പുറത്ത് കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.